ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും അറിയാത്ത പാവം ചെറുക്കൻ്റെ തലയിൽ കള്ളൻ എന്നുള്ള പേര് മുദ്ര കുത്തി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഉറഞ്ഞ തുള്ളുവാണ് ചന്ദ്രമതി. ഈ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പ്രതികരിച്ചു. എനിക്ക് ഇവനെയാണ് സംശയം, ഇവനെ ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ സത്യം മനസ്സിലാവുമെന്നും പറഞ്ഞ് ചെന്നപ്പോൾ സച്ചി വേണ്ട വേണ്ട സച്ചി എന്ന് പറഞ്ഞ് ശ്രുതി വലിയ ആളാവുക. കുറ്റം ശ്രുതിയുടെ തലയിൽ ഇടണ്ടെന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. സ്വന്തം വീട്ടിലിരിക്കുന്ന കാശ് ശ്രുതി മോഷ്ടിക്കുമെന്ന് ചോദിച്ചപ്പം പിന്നെ വെറുതെ ശ്രുതിയെ സംശയിക്കരുതെന്ന് പറഞ്ഞു ശ്രുതി. വീട്ടിലിരിക്കുന്ന കാശല്ലാതെ അയൽവക്കത്തു നിന്നാണോ ഇവൻ 50 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ള കാര്യം ചോദിക്കാം. ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇവൻ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിളിക്കുക. മൊത്തത്തിൽ പ്രശ്നമായി. അച്ഛാ ദേ ഈ കാശും എടുത്തത് ഇവൻ തന്നെയാ. അച്ഛൻ്റെ കണക്കിലേ 1 ലക്ഷം കൂടെ ചേർത്ത് 51 ലക്ഷം എഴുതി വെച്ചോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോകുമ്പോൾ ഹലോ അവിടെ നിൽക്ക്, ഞാൻ വന്ന അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയത് ഈ 50 ലക്ഷത്തിൻ്റെ കണക്ക്. ശ്രുതി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലേ ഈ കാശ് ശ്രുതി തന്നോളൂ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ശ്രുതി ഇവനോടൊക്കെ എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത്, ഇവൻ്റെ ഭാര്യയുടെ അനിയൻ തന്നെയാണ് കാശ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും അതിനെ കുറ്റം പറയാം. നീ അവനെ വിളിച്ച് എടുത്ത കാശ് ഉടനെ ഇവിടെ എത്തിക്കാൻ പറയണമെന്ന് പറഞ്ഞു. അമ്മേ അവനൊരു പാവമാണ്, അവൻ കാശൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു രേവതി. അപ്പോൾ രേവതി നീ എന്തിനാ കരഞ്ഞ് അവരോട് കെഞ്ചുന്നതെന്ന് സച്ചി ചോദിച്ചു. ഇവർ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട, പോകാൻ പറയാനായിട്ട് സച്ചി പറയാം. അപ്പോൾ ശ്രുതി ദേ ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നീ പോയി പോലീസിനെ വിളിക്കുക. അവർ വന്ന് 2 എണ്ണം കൊടുത്താൽ സത്യം പറയും, കാശ് ഇവിടെ എത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് പേടിയായിട്ടോ. ശ്രുതി ഇങ്ങനെ ടെൻഷൻ ആവുക. അമ്മേ പോലീസിനൊന്നും വിളിക്കണ്ട, അവൻ കാശ് എടുത്തിട്ടില്ല എന്ന് രേവതി. ഒരു തെറ്റും ചെയ്യാത്ത അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കലെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കടി അവിടെ, അവളുടെ അനിയന് വേണ്ടി പറയുന്നു, നീ പോയി പോലീസിനെ വിളിക്കണമെന്ന് ശ്രുതിയോട് പറയാം. അമ്മ വേണ്ട അമ്മ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വിളിക്കുക, പോലീസിനെ വിളിക്കാൻ സച്ചി പറഞ്ഞു. പോലീസ് വരട്ടെ, പോലീസ് വന്നു കഴിഞ്ഞാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാകുള്ളൂ നമ്മുടെ സച്ചി. ശ്രുതി നിന്ന് ഉരുകുമല്ലേ. സച്ചിയേട്ടാ അപ്പം നീ എന്തിനാ വെറുതെ പേടിക്കുന്നേ, നിന്റെ അനിയൻ കാശ് എടുത്തിട്ടില്ല, തെറ്റ് ചെയ്യാത്തടത്തോളം ആരെയും പേടിക്കേണ്ട കാര്യമില്ല, പോലീസിങ് വരട്ടെ എന്ന് പറഞ്ഞു. അവരെ കാശെടുത്തവരെ കണ്ടുപിടിക്കട്ടെ എന്നും സച്ചി പറയാം. ചന്ദ്രമതി അന്നേരം രേവതി തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം അതൊന്നും വേണ്ട സച്ചി, പോലീസിനൊന്നും വിളിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. വേണം വേണം അച്ഛാ. എടാ ശ്രീകാന്ത് നീ വിളിക്കടാ പോലീസിനെ, പെട്ടെന്ന് തന്നെ വരാൻ പറയാൻ പറഞ്ഞിട്ട് സച്ചി. ശ്രുതി നിന്നിങ്ങനെ വേർക്കാൻ തുടങ്ങി കേട്ടോ. ഇനി അവരും അതിന് മഷിയിട്ട് നോക്കുന്നോ അതോ മിറ്റിലിട്ട് നോക്കുന്നോ അതോ ജോൽസിനെ കാണണോ, എന്താ ചെയ്യേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നീ എന്താ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു ചന്ദ്രമതി. അയ്യോ അല്ല, കാശെടുത്തവനെ കണ്ടുപിടിക്കണ്ടെന്ന് സച്ചി. നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ധൈര്യമായിട്ട് തന്നെ നിന്നിങ്ങനെ പറയാം. ശ്രുതി അന്നേരം നിന്ന് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക. രേവതി നീ ഭക്ഷണം എടുത്ത് വയ്ക്കുക, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയല്ലേ. നീ കരയാതെ ഭക്ഷണം എടുത്ത് വയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി രേവതിയെ ചേർത്ത് പിടിക്കുക കേട്ടോ. ചന്ദ്രമതി അന്നേരത്തേനും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. എല്ലാവരുടെ മുന്നിൽ വെച്ച സച്ചി നമ്മുടെ രേവതിയെ സമാധാനിപ്പിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഇവരെല്ലാവരും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയി. ചന്ദ്രമതി തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുക, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഫോൺ എടുത്ത് നേരെ ലക്ഷ്മിയെ വിളിക്കുക. അപ്പം ചന്ദ്രമതിയുടെ കോളാണെന്ന് കണ്ടപ്പോഴത്തേക്കും പൂവ് കിട്ടിക്കൊണ്ടിരുന്ന പാവത്തിൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. പൂമാല വരെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുക. അപ്പോഴേക്കും ദേവു അങ്ങോട്ടേക്ക് വന്നു. അമ്മ എന്താ ഫോൺ എടുക്കാത്തതെന്നും ചോദിച്ചു. അപ്പം ചന്ദ്രയെ മോളെ വിളിക്കുന്നേന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തിനാ അമ്മയെ വിളിക്കുന്നേ, അറിയില്ല എന്തോ പ്രശ്നമുണ്ട് അതാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അമ്മ കോൾ എടുക്കാൻ പറഞ്ഞു. കോൾ എടുത്തു. നീ എവിടെയാ ഉള്ളത്, വീട്ടിലുണ്ടോ അതോ കുടുംബസമേതം ടൂറ് പോയി ജോലി അടിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ ഇരിക്കുക. 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണോ ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ ലക്ഷ്മി ഞെട്ടിയിരിക്കുക. 500 1000 ആയിരിക്കും ടിപ്സൊക്കെ കൊടുക്കുന്നല്ലേ, എന്ത് വേണമെങ്കിലും ആവാലോ, നല്ല കാശുണ്ടല്ലോ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞ്. അപ്പോഴേക്കും ദേവും ടെൻഷനായി. എന്താ അഭിനയം, ഒന്നും മനസ്സിലാകുന്നില്ല അത്രേ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്, മോളെ പോലെ തന്നെ അമ്മയ്ക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം, കള്ളത്തരം കാണിക്കാനും അറിയാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചന്ദ്ര ഈ പറയുന്നതെന്ന് ലക്ഷ്മി അമ്മ ചോദിച്ചു. നിന്റെ അറിവോടെയല്ലേ നിന്റെ മോൻ എൻ്റെ വീട്ടിൽ വന്ന് കാശ് മോഷ്ടിച്ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ കാശ് മോഷ്ടിച്ചെന്നോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, അതെ എൻ്റെ വീട്ടിലിരുന്ന് 1 ലക്ഷം രൂപ കാണാനില്ല, നിന്റെ മോൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു ഇവിടുന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോകുമെന്ന്, ഇവിടുന്ന് 1 ലക്ഷം രൂപ എടുത്ത് അവൻ നൈസായിട്ട് കടന്നു കളഞ്ഞെന്ന് പറഞ്ഞു. അയ്യോ
എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ലക്ഷ്മി. ദേ, എത്രയും പെട്ടെന്ന് അവനോട് ഈ കാശ് കൊണ്ട് തരാൻ പറ, അല്ലെങ്കിൽ പോലീസ് നിന്റെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞു. ഇല്ല, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ മോഷ്ടിച്ചിട്ടില്ല, അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ലക്ഷ്മി പറയുമ്പോൾ, നീ കൂടുതലൊന്നും പറയണ്ട, കാശുമായിട്ട് അവൻ ഇവിടെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കിടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ചന്ദ്ര. അപ്പോൾ എന്താ അമ്മേ പ്രശ്നം എന്ന് ദേവ് ചോദിച്ചു. അപ്പോഴത്തേക്ക് ശരത്തും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഈ 1,00,000 രൂപയുടെ കാര്യം പറയുക. ഞാനോ? അപ്പോൾ അവർ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ, അമ്മ ഞാൻ എടുത്തിട്ടില്ല, ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനല്ലേ അമ്മ ഞാൻ അവിടെ പോയത്, അമ്മയല്ലേ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, ഞാൻ അവരുടെ കാശൊന്നും എടുത്തിട്ടില്ല, അവർ പോലീസിനെ വിളിക്കട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നു എന്ന് ശരത്ത് ചോദിച്ചു. പോലീസ് വരട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ നീ മോഷ്ടിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം മോനെ, പക്ഷേ മറ്റുള്ളവരത് വിശ്വസിക്കണമെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരത്തിനെ വീണ്ടും ധർമ്മസങ്കടത്തിലാക്കി. ഇതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത് നിന്റെ ചേച്ചി ആയിരിക്കുമെന്നൊക്കെ ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയാം. അവളെ അവരവിടെ ജീവിക്കാൻ വിടില്ല എന്നും. എന്തൊരു കഷ്ടം ഇത്, നമ്മൾ പാവങ്ങളായതുകൊണ്ട് എന്നും വിളിച്ചു പറയാമെന്നാണ് അവർ കരുതിയിരിക്കുന്നതെന്നൊക്കെ ശരത്ത് ചോദിക്കുക കേട്ടോ. ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ശരത്ത് ചോദിക്കാൻ പോകാൻ തുടങ്ങുമ്പം, ശരത്ത് എടാ നീ അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നിന്റെ ചേച്ചിക്കാ ദോഷം, എൻ്റെ മോനെ അവളല്ലേ എടാ അവിടെ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചു. അമ്മേ ദേ, നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അവിടെ പോയി സംസാരിക്കാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ചന്ദ്ര അതൊന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല മോളെ, അവർ പോലീസിനെ വിളിക്കും, ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറയുവാണ് അമ്മ. അമ്മ ഒരു തെളിവും ഇല്ലാണ്ട് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നേ, ഇവൻ തെറ്റ് ചെയ്യാത്തിടത്തോളം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ ഇവൻ തന്നെയാണ് കാശെടുത്തതെന്ന് അവരങ്ങ് ഉറപ്പിക്കും. നമുക്ക് പോകണം അമ്മേ, പോകണമെന്നും പറഞ്ഞ് ഇവർ പോകും. അമ്മ സമയം കളയേണ്ട, വരാൻ പറഞ്ഞ് അങ്ങനെ ഇവരെ വീട്ടിലോട്ട് പോകുക. ശരത്താണ് തുള്ളി ഉറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ മോനെ ശരത്ത് നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ വഴിയിൽ വെച്ച് മകനെ തടഞ്ഞു നിർത്തുമ്പോൾ, അമ്മ എന്തിനാ അവനെ തടയുന്നേ, ദേ ഇവിടെയുള്ളവർ അവൻ കാശ് മോഷ്ടിച്ചെന്ന് പറയുന്നു, അത് അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് ദേവു. അപ്പോൾ ഞാൻ കാശ് എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവർ അങ്ങനെയൊക്കെ പറഞ്ഞത്, അത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ, എടാ മോനെ അവനോട് ദേഷ്യപ്പെടരുത്, സമാധാനത്തോടെ വേണം നീ സംസാരിക്കാനായിട്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ പറയാം. അപ്പം അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നേ, ചെറിയ കാര്യമല്ല അവർ പറഞ്ഞത്, ചെയ്യാത്ത കുറ്റം ഇവൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുക, അതാ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ പേടിച്ചിട്ടൊന്നും അല്ലടി, എവിടെ നിങ്ങളുടെ ചേച്ചിക്ക് കഴിയേണ്ടതാണല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞു. മോൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും കൂടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഭദ്രകാളിയെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ കട്ടെടുത്തോണ്ട് പോയിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ, ആഹാരതി എടുത്ത് സ്വീകരിക്കാൻ ഞാൻ അകത്തേക്ക് എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇവരെ കളിയാക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി ഇത് കേട്ടോണ്ടാണ് വരുന്നത്. അപ്പോൾ ഓടി ചെന്നിട്ട്, അമ്മേ നിങ്ങളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഞാൻ വീട്ടിലേക്ക് വരാം, നിങ്ങളിപ്പോൾ ചെല്ലാൻ പറഞ്ഞു രേവതി. അപ്പം നീ എന്തിനാ അവരോട് പോകാൻ പറയുന്നതെന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കാം. ഞാൻ വരാൻ പറഞ്ഞിട്ടാ അവരിവിടെ വന്നതെന്നൊക്കെ ചന്ദ്രമതി രേവതിയോട് പറയാം. എല്ലാവരും അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കുന്നു. ഇതുങ്ങൾ അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ, ഇതെന്താ വെറും കൈയോടെയാണോ വന്നിരിക്കുന്നത്, കൊണ്ടുപോയ പൈസ എവിടെ, അപ്പോൾ ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവുവിൻ്റെ പേഴ്സ് തട്ടിപ്പറിച്ചിങ്ങനെ നോക്കുക, അതിലും പൈസയില്ല. അപ്പോൾ കൊണ്ടുപോയ പൈസ എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ അമ്മ ഈ കാണിക്കുന്നതും പറയുന്നതും എല്ലാം തെറ്റാണെന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അപ്പം ഞാൻ ചെയ്യുന്നതാണോടി തെറ്റ്, തെറ്റ് ചെയ്തത് നിൻ്റെ അനിയനല്ലേടി, അവനല്ലേ എൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് ചന്ദ്രമതി. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോലും അറിയാതെ അവൻ എടുത്തുകൊണ്ട് പോയി, അവൻ്റെ മുഖം നീ നോക്ക്, കള്ളനാണെന്ന് എഴുതി ഒട്ടിച്ചതുപോലെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശരത്തിന് ഇങ്ങനെ കുറ്റം പറയാം. രേവതി കടിച്ചു പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പറയരുതെന്നും, പിന്നെ ഇവൻ കള്ളനല്ലെന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. പിന്നെ ആര്, ഇവൻ പോലീസാണോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി. കാശ് മോഷ്ടിച്ച് ഇവനെ കള്ളനെന്നല്ലാതെ പിന്നെ എന്താ ഞാൻ വിളിക്കേണ്ടത്, അപ്പം ആൻറ്റി അനാവശ്യം പറയരുത്, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കാശ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ ശരത്ത്. വീട്ടിൽ വെച്ചിരുന്ന കാശ് നീ വന്നതിന് ശേഷം കാണാതായത്, ഇവിടെ മറ്റാരും ആ കാശ് എടുത്തിട്ടില്ല. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു. മുമ്പേ നീ ബൈക്ക് മോഷ്ടിച്ചവനാണല്ലോ, ഇതും നീ തന്നെ എടുത്തതെന്ന് പറയുമ്പം അമ്മേ എന്നും പറഞ്ഞ് രേവതി വിളിച്ചു. അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ചിരിക്കുക കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ വന്നു. ആഹാ ഇതെന്താ എല്ലാവരും കൂടി ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നിന്ന് പറയാം. അപ്പോൾ അല്ല നിങ്ങളെന്താ രണ്ടുപേരും കോളേജിൽ പോകാത്തെ എന്ന് അവിടെ സച്ചി ചോദിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവരോട് വരാൻ ഞാനാ പറഞ്ഞത്, മോഷ്ടിച്ച കാശ് തിരിച്ചു വാങ്ങണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പോൾ തള്ളയുടെ തല അടിച്ച് പൊളിക്കാനാണ് സച്ചിക്ക് തോന്നിയത്. അമ്മയെ കാശ് എടുത്തിട്ടില്ലെന്ന് എത്ര തവണ പറഞ്ഞു, എന്നിട്ട് ഇവരെ ഫോൺ വിളിച്ച് അമ്മ വിളിച്ചു വരുത്തി. ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അന്നേരം അമ്മേ ഇവരെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ വന്നത്, നല്ല ചുട്ട മറുപടി കൊടുക്കായിരുന്നില്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം നഷ്ടപ്പെട്ടു പോയത് എൻ്റെ കാശാ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത്, അത് അച്ഛൻ്റെ കാശ്, അദ്ദേഹം എന്നെ ഏൽപ്പിച്ച കാശാ, കല്യാണത്തിന് വാങ്ങിച്ച ചില്ലറ കടങ്ങൾ വീട്ടാൻ വേണ്ടി വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയാം. ഈ മഹാപാപി വീട്ടിൽ കയറി പട്ടാപ്പകലത് അടിച്ചു മാറ്റിയതാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു.
ഇവരിവിടെ നിന്ന് കരയാൻ തുടങ്ങി കേട്ടോ. സുധി ഒരു ഇതുമില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. എടാ നീ മാത്രമാണോ ഇങ്ങനെ, അതോ നിന്റെ കുടുംബക്കാർ മൊത്തം ഇങ്ങനെയാണോ, കള്ളന്മാരാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചിയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. മോഷ്ടിച്ച കാശ് ഇപ്പം എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സുധിയുടെ കണ്ണും മിഴിഞ്ഞു വരിക. ആ സമയം അങ്കിൾ ഞാൻ കാശ് എടുത്തിട്ടില്ല, ചേച്ചിയോട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ശരത്ത് പറയാം. ഞാൻ മുറിയിലൊന്നും കയറിയിട്ടില്ല, വേറൊന്നും എനിക്കറിയില്ല എന്നും നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയാം. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ ചന്ദ്രമതി. ആ സമയത്ത് തകർന്നു നിൽക്കുന്ന നമ്മുടെ ശരത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ സച്ചി ചെന്ന് ശരത്തിനെ ചേർത്ത് പിടിക്കുക. എടാ നീ അത് ചെയ്യുന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുക. ഇവർ പറയുന്നത് കേട്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്നും. അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ഇതുങ്ങളെ ക്രൂശിക്കുന്നതെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ഇവൻ വന്നു പോയതിന് ശേഷമാണ് കാശ് കാണാതെ പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ എടുത്തതാണെന്ന് സംശയിക്കാമെന്ന് ശ്രുതി പറഞ്ഞപ്പം ഇവൻ ഇവിടെ വന്നെന്ന് കരുതി കാശ് എടുക്കണമെന്നുണ്ടോ, വെറുതെ ഓരോന്ന് പറയരുത് ശ്രുതി എന്ന് രേവതി ശ്രുതിയോട് പറഞ്ഞപ്പോൾ പിന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പം നീ എന്തിനാണ് ഇവളോട് ഒച്ച വെക്കുന്നതെന്ന് ചന്ദ്രമതി രേവതിയോട്. ഇവന് കള്ളത്തരമുണ്ട്, ഒരിക്കൽ ബൈക്ക് മോഷ്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിയവനല്ലേ ഇവനെന്നും ചോദിച്ച് ചന്ദ്രമതി വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാ ഇവൻ ആ കാശ് എടുത്തതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഈ രവിയേട്ടൻ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ഒരിക്കൽ മോഷ്ടിച്ചെന്ന് കരുതിയത് ആവർത്തിക്കണമെന്നുണ്ടോ, അവനത് പറ്റിപ്പോയതാ, ഇവൻ്റെ ഒരു കൂട്ടുകാരൻ ഇവനെ കൊണ്ട് ചെയ്യിച്ചതാ. അതിൻ്റെ പേരിൽ ഇവൻ്റെ കുടുംബം എത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു. അന്ന് ചെയ്തതിൽ ഇവന് കുറ്റബോധമുണ്ട്, പിന്നീട് അവൻ അത് ഒരിക്കലും ആവർത്തിച്ചിട്ടില്ല, ഇപ്പം അവൻ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം മിഴിച്ചുകൊണ്ടിരിക്കുക, പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സച്ചിയോട് നിനക്ക് ഇവനെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. ഒരക്ഷരം മിണ്ടുന്നില്ല സുധി, ഇങ്ങനെ മറഞ്ഞു നിൽക്കുവാണ്. ഇങ്ങോട്ട് പാടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവുവിനെ പിടിച്ചു വലിച്ച് മുന്നിൽ കൊണ്ട് നിർത്തി. ചേച്ചിക്ക് കെട്ടാനുള്ള പൂ കൊടുക്കാനാണെന്നും പറഞ്ഞ് എല്ലാ ദിവസവും നീ ഇവിടെ വരുന്നുണ്ടല്ലോ, കറക്റ്റായിട്ട് ഏതൊക്കെ എവിടെയൊക്കെ വെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നീ നിൻ്റെ അനിയന് പറഞ്ഞു കൊടുത്തല്ലേ എന്നൊക്കെ ചോദിച്ചു. അവൻ എടുത്തില്ല എന്ന് പറഞ്ഞല്ലേ നീ ചോദിക്കാം, നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ബുദ്ധിയില്ലേ നിങ്ങൾക്കെന്ന് ദേവു ചോദിക്കാം. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോടി, അത്രയ്ക്കായിടി നീ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ദേവുവിനെ തല്ലാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ വിളിച്ചു. പൊക്കിയ കൈ അന്നേരത്തേനും ചന്ദ്രമതി താനെ താഴ്ത്തി. അങ്ങനെ ചന്ദ്രമതി കിടന്ന് അഴിഞ്ഞാടും അവിടെ കിടന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ ദേവുവിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നീ ഇങ്ങനെ ഇവരെ കരുതി കൂട്ടി അപമാനിക്കുന്നത് ഇവിടെ വെച്ച് ഇപ്പം നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞ അച്ഛൻ. കാശ് മോഷ്ടിച്ച് ഇവനെ പൂമാലയിട്ട് സ്വീകരിച്ച് വാഴ്ത്തി പാടണോ ഞാനെന്ന് ചന്ദ്രമതി ചോദിക്കണം. അപമാനിക്കരുത് പോലും, നിങ്ങൾ കണ്ടെത്തിയ കുടുംബ മരുമകളും അല്ലേ, അതാ നിങ്ങൾ എപ്പോഴും ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും ശരി കാശ് എടുത്തത് ഇവൻ തന്നെയാണെന്ന് പറഞ്ഞു ചന്ദ്രമതി. എനിക്ക് ഇപ്പം എൻ്റെ കാശ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലി നിൽക്കാൻ തുടങ്ങി ചന്ദ്രമതി. അതുങ്ങൾ പാവം പേടിച്ച് നിൽക്കുക. അമ്മേ നിങ്ങൾ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അവൻ കാശ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടായിരുന്നോ അവൻ കാശ് എടുക്കുന്നത്, നിങ്ങൾ കണ്ടോന്ന് രേവതി ചോദിക്കുക ചന്ദ്രമതിയോട്. അപ്പോഴും സുധി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അപ്പം ഞാൻ കണ്ടില്ല, സ്വന്തം വീട്ടിൽ കാശ് സൂക്ഷിക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളൊരു ഒറ്റ വിശ്വാസം കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പറയണം. റോഡിൽ കൂടെ പോകേണ്ടവര് വീട്ടിൽ കയറി വരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി വലിയ ആളാവുന്നു. ശ്രദ്ധിക്കണമായിരുന്നു, തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയതെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. കാശ് മോഷ്ടിച്ചത് ഇവൻ തന്നെയാണെന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ കാശ് ഇപ്പം കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കൈയും ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. ഭയങ്കര പ്രശ്നമാക്കി. അപ്പോൾ എൻ്റെ അമ്മ മോഷ്ടിച്ചിട്ടില്ല അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാം, എൻ്റെ മോൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് സുധി ഒരു കൂസലില്ല നിൽക്കുക കേട്ടോ. മക്കളെ ഇങ്ങനെ തന്നെ വളർത്തണം, കൊള്ളാം, നല്ലതാണെന്ന് പറയുമ്പോൾ ദേച്ചാ ഇവർ ഓവറാവുന്നുണ്ടേ, ഇവൻ കാശെടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇവർ അതിനെപ്പറ്റി വീണ്ടും പറയുന്നെന്ന് സച്ചി ചോദിച്ചപ്പം കാശെടുത്തവനെടുത്തൊന്ന് പറയുമോ, ഏതെങ്കിലും കള്ളന്മാര് ആദ്യം കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ചന്ദ്രമതി ചോദിക്കുക. അപ്പോഴും അതുങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അമ്മേ അവനെ കള്ളനെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു രേവതി. അല്ല ഇവനെ സത്യവാനേന്ന് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി കിടന്ന് ഭയങ്കരമായിട്ട് ആളാവുകയാണേ. അങ്കിള് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശാ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേക്ക് എന്നും പറഞ്ഞു ശ്രുതിയുടെ വകി ഒരു ഔദാര്യം പോലെ ഒരു പറച്ചിലും കൂടി. അപ്പോൾ വെളുക്കാൻ പൗഡർ തേക്കുന്നവളെ നീ ഇതിൽ ഇടപെടാൻ നിൽക്കരുത് കേട്ടോ നമ്മുടെ സച്ചി പറഞ്ഞു. അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച 50 ലക്ഷം രൂപയായി,
ഇവൻ എടുത്തുകൊണ്ട് പോയത്. നീ ആദ്യം ഇവനോട് ഇവിടെ വെക്കാൻ പറയാൻ പറഞ്ഞു. അതല്ല ഇപ്പോഴത്തെ വിഷയം എന്ന് ചന്ദ്രമതി പറഞ്ഞു. പിന്നെ എന്താ ഇപ്പോഴത്തെ വിഷയം, എന്തോ നിങ്ങളുടെ വിഷയം എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രയെ തല്ലാൻ ചെന്ന് സച്ചി. ഇവൻ മോഷ്ടിച്ച് 1,00,000 രൂപ ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു ചന്ദ്രമതി. ചന്ദ്ര, ഇവൻ കാശ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? സുധി, നീ പോലീസിനെ വിളിക്കടാ, ഇവൻ ഇനി എന്ത് വേണമെന്ന് പോലീസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനെന്തിനാ അമ്മേ പോലീസിനെയൊക്കെ വിളിക്കുന്നതെന്ന് സുധി. നമുക്ക് കൈകാര്യം ചെയ്താൽ പോരെന്ന് ചോദിച്ചപ്പം പോലീസിന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയാ ഇവ സത്യം പറഞ്ഞോളും, കാശ് താനേ വന്നോളൂ എന്ന് ചന്ദ്രമതി പറയണം. അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിയെ നോക്കുകയാണ് രേവതിയെ. ഈ സമയത്ത് നീ പോലീസിനെ വിളിക്കടാ, പോലീസ് വരട്ടെ എന്ന് സച്ചിയായിട്ട് എന്തെന്ന് രേവതി ചോദിച്ചപ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ, നമ്മുടെ ഇതിൽ ആരും തെറ്റ് ചെയ്തിട്ടില്ല, ഇവൻ കാശ് എടുത്തിട്ടില്ല, പിന്നെ എന്തിനാ നമ്മൾ ഭയക്കുന്നേ, പോലീസ് വന്ന് എല്ലാവരെയും ചോദ്യം ചെയ്യട്ടെ, ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തറപ്പിച്ചു പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു. മിസ്റ്റർ സുധി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമല്ലേ, എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഈ സമയത്ത് എല്ലാവരും ആ ചെറുപ്പക്കാരനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തായാലും സുധിയുടെ കള്ളത്തരങ്ങൾ പൊളിയാനുള്ള എല്ലാ വഴികളും ദൈവദൂതനായിട്ട് ആ ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈ കാശ് കട്ടെടുത്ത സുധിയാണെന്ന് തെളിയുന്നതോടുകൂടി ചന്ദ്രമതി എന്ന് പറയുന്നവരുടെ തല അടിച്ച് പൊളിക്കും നമ്മുടെ സച്ചി, 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.